2 AV ഇന്നോവ കേട്ടോ, വെറും 2,70,000. മാക്സിമം ഫുള്ള് ചെയ്യാൻ പറ്റും. ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും. 360 ഏകദേശം എത്ര രൂപ ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് നോക്കുന്നത് 2018 മോഡൽ ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന ഓട്ടോമാറ്റിക് ചെറിയ വണ്ടി. ഇതൊരു 40 രൂപ 50 രൂപ ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. 2 ഫ്ലൂയിഡിക് i20കളുണ്ട്. വീണ്ടും നമുക്ക് സ്വിഫ്റ്റ് തന്നെയാണ്, ന്യൂ ജനറേഷനുകളാണ് വരുന്നത്. 18 ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക്. ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയർ ചെയ്യുന്ന വണ്ടിയാണ്. കാരണം ഓട്ടോമാറ്റിക് ആയി ഏകദേശം മൈലേജ് നോക്കുകയാണെങ്കിൽ 10-20 മുകളിൽ മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ ഓട്ടോമാറ്റിക്. ഫൈനൽ വില 2,70,000 രൂപയ്ക്ക് ഒരു കൊറോള ഓൾട്ടീസ് ഡീസൽ വണ്ടിയില്ല. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ റൈഡോൺ കാസിന്റെ ഒരു രണ്ടാമത്തെ പാർട്ടിയിലാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ പാർട്ടിയിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് സ്വിഫ്റ്റുകൾ അതേപോലെ ഹാച്ച് ബാക്കുകൾ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. സോ നമ്മൾ ട്രാക്ക് കാര്യങ്ങളൊക്കെ മാക്സിമം ഫുൾ ഓണിലൊക്കെ ഒത്തിരി വാഹനങ്ങൾ പെടുന്നുണ്ടാവും. അതേപോലെ തന്നെ ബഡ്ജറ്റ് റേഞ്ചിൽ അത്യാവശ്യം നല്ല SUV എല്ലാ വാഹനങ്ങളുള്ള നല്ലൊരു കിഡ്ലൻ ഷോറൂമാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ നിസാർക്ക് തന്നെയാണ്. നിസാർക്ക് നമ്മളെ റൈഡോൺ കാസിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് കാക്കഞ്ചേരി കൊട്ടപ്പുറം റോഡിൽ അപ്പോൾ പുതിയ ഹൈവേന്ന് ജസ്റ്റ് ഒരു 1/2 കിലോമീറ്റർ ഉള്ളൂ നമ്മൾ റൈഡോൺ കാസിക്ക്. അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്വിഫ്റ്റുകൾ അത്യാവശ്യം നല്ലൊരു കളക്ഷൻ വരുന്നില്ല. ഫസ്റ്റ് തന്നെ വൈറ്റ് ഫിനിഷിംഗിലൊരു വാഹനം, കൊയിലാണ്ട് രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയാണ് ഇതിന്റെ മോഡൽ കാര്യങ്ങൾ? 2015 മോഡൽ. സോ അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്നൊരു എഡിഷനാണ് 2015. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങൾ, അഡീഷണൽ ആയിട്ട് സ്പോയിലർ കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുള്ള വണ്ടിയില്ല. എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2015 ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. ഇത് നമുക്കൊരു 360 ഫൈനൽ കൊടുക്കാം. 360 ഏകദേശം എത്ര രൂപ? ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ഒരു കിഡ്ലം സ്വിഫ്റ്റ് കേട്ടോ. അടുത്തത് നമുക്ക് വീണ്ടും ഒരു സിൽവർ ഫിനിഷിംഗ് ആണ്. അത് 2013 മോഡൽ സ്വിഫ്റ്റ്. 2013 മോഡൽ അല്ലേ? 63 ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങൾ. ഇത് ഡീസലല്ലേ? ഡീസൽ ഏകദേശം ഒരു 18-20 മൈലേജ് കിട്ടും. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, VDI ആണ്. കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഇലക്ട്രിക്കൽ മിറേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയില്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് 320 കൊടുക്കും. 320 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്കാണ് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഇതൊരു 40 രൂപ 50 രൂപ ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. വീണ്ടും നമുക്കൊരു KEL 55 തിരൂർ രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വൈറ്റ് ഫിനിഷിംഗ് വാഹനമാണ്. ഇങ്ങനെയായിരുന്നു മോഡൽ കാര്യം? 2015 സിംഗിൾ ഓണായിരുന്നു. ഇപ്പോൾ നമ്മളെ പേരിലേക്ക് മാറ്റി. നിലവിൽ ഇത്രയും കാലം സിംഗിൾ ഓണർഷിപ്പ് ആയിരുന്നു. ഇപ്പോൾ ഷോറൂമിന്റെ പേരിലേക്ക് മാറ്റിയ വണ്ടിയാണ്. ഡീസൽ തന്നെയല്ല വണ്ടി? ഡീസൽ. ലോങ് ഡ്രൈവിൽ ഒരു 22-20 മുകളിൽ തന്നെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് അല്ലേ? അപ്പോൾ നമുക്ക് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 150 ഓടിയിട്ടുണ്ട്. സർവീസ് ഒക്കെ കഴിഞ്ഞല്ല? എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് ലാസ്റ്റ് ഒരു 4 രൂപ കൊടുക്കാം. 4 രൂപയ്ക്ക് ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓണിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്തൊരു മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ ആണ്. അഡീഷണൽ അലോയ്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. നല്ല സ്പേഷ്യസ് ആണ് വണ്ടി. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2009 പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. 5 വർഷത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം എടുത്ത വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. 18-20 മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും. അഡീഷണൽ അലോയ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്ത വണ്ടിയാണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ? 170 കൊടുക്കാം. 170 അല്ലേ? പുതിയ 5 വർഷത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം ഫിറ്റാണ്. 1,70,000 രൂപയ്ക്ക് നമുക്ക് ഫിനാൻസ് ഒക്കെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അല്ലേ? അടുത്തൊരു ഫ്ലൂയിഡിക്ക് വരുന്നതാണ്. ഇത് ഡീസൽ അല്ലേ വരുന്നത്? ഡീസൽ അല്ലേ വരുന്നത്? ഇത് ഡീസൽ, ഇത് പെട്രോൾ, ഇത് പറഞ്ഞ ഓട്ടോമാറ്റിക് ആണല്ലോ. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2012 വണ്ടിയാണ്. 2012 ഫ്ലൂയിഡിക്ക് പറഞ്ഞ അത് ഓട്ടോമാറ്റിക്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 50,000 കിലോമീറ്റർ കൊടുക്കും. ലോ കിലോമീറ്റർ വണ്ടിയാണ്. ടോപ്പ് ലോഡ് വണ്ടിയാണ് അല്ലേ? എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമ്മൾ ചോദിക്കും 310. 310 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. വെറും 3,10,000 അല്ലേ? ലോണ് നമുക്ക് ചെയ്യാൻ പറ്റും. ഫുൾ ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ് അല്ലേ? അടുത്തതാണ് നമുക്ക് നിസാന്റെ ഒരു മൈക്രയാണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2013 വണ്ടിയാണ്. 2013 വണ്ടി അല്ലേ? ഡീസൽ അല്ല? നല്ല മൈലേജ്, 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് കിലോമീറ്റർ വരുന്നത് 1ന്റെ മേലെ ഓടിയിട്ടുണ്ട്. 1,00,000 മുകളിൽ ഓടിയിട്ട് XP ആണ് വണ്ടി വരുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. മൈലേജ് നോക്കുന്നവരെ സംബന്ധിച്ച് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഏകദേശം 10-24 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടി 13 മോഡൽ. എനിക്ക് എത്ര പേ ചെയ്യാൻ പറ്റും? 2.25 രൂപ. 2.25 ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 2.5 രൂപ 2.40 ചെയ്യാൻ പറ്റും. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല. അടുത്ത 2 ഫ്ലൂയിഡിക്ക് i20കളുണ്ട്. പക്ഷെ തന്നെ ഒരു വൈറ്റ് ഫിനിഷിങ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2013 വണ്ടി. 2013 വണ്ടി അല്ലേ? നല്ല അടിപൊളി ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കൊയിലാണ്ട് രജിസ്ട്രേഷൻ ആണ്. അത്യാവശ്യം നമുക്ക് അഡീഷണൽ അലോയ്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഡീസൽ വണ്ടിയാണ്. ഏകദേശം ഒരു 18-20 മൈലേജ് കിട്ടും. നല്ല പെർഫോമൻസും സ്പേസും ഒക്കെ വരുന്ന വണ്ടി അല്ലേ?
നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2012 13 രജിസ്റ്ററിലുള്ള വണ്ടിയാണ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വരുന്നത് 1 ചില്ലാൻ ഓടിയിട്ടുണ്ട്, 170 ഓടിയുള്ള. എത്ര ഓൺഷിപ്പ്? സെക്കൻഡ് അല്ലേ? തേർഡ് അല്ലേ? എത്ര പേ ചെയ്യാൻ പറ്റും? സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. അത് നമുക്ക് ഡീസൽ വണ്ടിയാണ്. സോ നല്ല പെർഫോമൻസും ഫീച്ചേഴ്സും ഒക്കെ വരുന്ന ഒരു വാഹനം. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? ഇത് നമുക്ക് 2,70,000 കൊടുക്കാം. 2,70,000 രൂപയ്ക്ക് അല്ലേ? പക്ഷെ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് മാക്സിമം ഒരു 40 ഉറുപ്പിക വണ്ടി സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. കളർ ചേഞ്ച് ആണ്, സിൽവർ ഫിനിഷിംഗ് ആണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2012 മോഡൽ. 2012 ഫ്ലൂയിഡിക് i20 ആണ്. അത്യാവശ്യം നമുക്ക് 18-20 മൈലേജ് കിട്ടുന്ന നല്ല പെർഫോമൻസ് ഒക്കെ വരുന്ന സ്പോർട്ടി ആയിട്ടുള്ള ഒരു വെഹിക്കിൾ അല്ലേ? എത്ര രൂപ ചെയ്യാൻ പറ്റും? 2.5 ലക്ഷം രൂപ കൊടുക്കാം. 2.5 ലക്ഷം രൂപ ഓഫർ പ്രൈസ് ആണ് ഡീസൽ വണ്ടിയിൽ. അടുത്ത വീണ്ടും നമുക്ക് സ്വിഫ്റ്റ് തന്നെയാണ്. ന്യൂ ജനറേഷനുകളാണ് വരുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് കൊടുവള്ളി രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വൈറ്റ് ഫിനിഷിങ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2022 വണ്ടിയാണ്. 22 BS6 വണ്ടിയാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ വരുന്നത് 1 ലക്ഷം കിലോമീറ്റർ. 1 ലക്ഷം കിലോമീറ്റർ. 2022 മോഡലാണ്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. അത്യാവശ്യം നമുക്ക് സ്പോയിലർ കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അത്യാവശ്യം ടയേഴ്സും ഉണ്ട് അല്ലേ? എത്ര രൂപയൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് 5,60,000 കൊടുക്കാം. 5,60,000 രൂപ ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? മാക്സിമം നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. എൻ്റെ റെഡ് ഫിനിഷിംഗ് ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 മോഡൽ. 2018 മോഡൽ വണ്ടി അല്ലേ? ഡീസലാണോ അതോ പെട്രോൾ ആണോ? വണ്ടിയാണ്. ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നല്ല കിട്ടുന്ന ഇന്റീരിയർ ആണ്. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. LXi ആണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 480 ഒരു ബെസ്റ്റ് പ്രൈസ് സ്വിഫ്റ്റില്. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ഫുൾ ഓൺ നമുക്ക് ചെയ്യാനും പറ്റൂല. ഇനി തവണ അതിന്റെ ഒരു വീണ്ടും കളർ ചേഞ്ച് ആണ്. ബ്ലൂ ഫിനിഷിംഗ് ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2018 ഓട്ടോമാറ്റിക്, ഡീസൽ ഓട്ടോമാറ്റിക്. ഓ, ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയർ ചെയ്യുന്ന വണ്ടിയാണ്. കാരണം ഓട്ടോമാറ്റിക് ആയി ഏകദേശം മൈലേജ് നോക്കുകയാണെങ്കിൽ 10-20 മുകളിൽ മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ ഓട്ടോമാറ്റിക് വേണം. ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? കിലോമീറ്റർ വരുന്നത് 76,000 കിലോമീറ്റർ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. സാർക്ക് നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? 5,45 ഫുൾ ഓൺലൈൻ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഒരു ബലേനോ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2018 ഓട്ടോമാറ്റിക്, പെട്രോൾ ഓട്ടോമാറ്റിക്. CVT 5,45 ഫുൾ ഓൺ നമുക്ക് ചേഞ്ച് ചെയ്യാം. അടുത്തൊരു 4th ജനറേഷൻ സിറ്റി ആണ്. ഡീസലാണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഇത് പെട്രോൾ. സോ മെയിൻ്റെനൻസിന്റെ കാര്യത്തിൽ ഓട്ടോമാറ്റിക്. CVT ഓട്ടോമാറ്റിക് ആണ്. സോ നല്ല കംഫർട്ട് കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് 2017 ഉണ്ട്. 2017 ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓൺഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? ഇത് കിലോമീറ്റർ 40,000 ഓടിയിട്ടുള്ളൂ. 40,000 കിലോമീറ്റർ. CVT ഓട്ടോമാറ്റിക് സിറ്റി. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? ഇത് 5,15 രൂപ കൊടുക്കും. 5,15 കഴിയാം. മാക്സിമം എത്ര രൂപയ്ക്ക് വേണ്ടി ഇറങ്ങാം? ഇത് മാക്സിമം ഫുൾ ചെയ്യാൻ പറ്റും. ഫുൾ ആണ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ടൊയോട്ട കൊറോള ഓൾട്ടിസ് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2012 വണ്ടിയാണ് അല്ലേ? നമ്പറായ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. തേർഡ് ഓണർഷിപ്പ് ആണ്. എത്ര രൂപ? 2,70,000 കൊടുക്കാം. ഫൈനൽ വില 2,70,000 രൂപയ്ക്ക് ഒരു കൊറോള ഓൾട്ടീസ് ഡീസൽ വണ്ടിയില്ല. അടുത്ത വീണ്ടും നമുക്കൊരു കൊറോള ഓൾട്ടീസ് ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല്? കേരള വണ്ടിയാണ്. 2013 വണ്ടിയാണ്. 2013 ഒറിജിനൽ കേരള വാഹനമാണ് കേട്ടോ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ 1,90 ഓടിയിട്ടുണ്ട്. 1,90 ഓടിയിട്ടുണ്ട്. അടിപൊളി വണ്ടിയാണ്. നമുക്ക് ഗ്യാരണ്ടി ക്വാളിറ്റി പറയാൻ പറ്റുന്ന വണ്ടി. ഒറിജിനൽ കേരള പേരിലേക്ക് മാറി. സെക്കൻഡ് ഓൺഷിപ്പ് അല്ല, തേർഡ് ഓണർഷിപ്പ് നമ്മളിലേക്ക് മാറി. നമ്മളെ വാങ്ങി അല്ലേ? എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 4,80,000 4,80,000 ലോണൊക്കെ ചെയ്യാമല്ലോ? ചെയ്യാൻ പറ്റും വണ്ടിയാണ്. വീണ്ടും ഒരു 3rd ജനറേഷൻ സിറ്റി ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2015 വണ്ടി അല്ലേ? എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്? സിംഗിൾ ഓൺഷിപ്പ് ആണല്ലേ? ഡീസലാണ് വണ്ടി വരുന്നത്? അത് ഡീസൽ. സോ നമുക്ക് നല്ല മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടും. അതേപോലെ തന്നെ സിംഗിൾ ഓൺഷിപ്പാണ് വണ്ടി വരുന്നത്. നല്ല കിടിലം വണ്ടിയാണ്. നമുക്ക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, റിയറിൽ AC വെന്റ്, 2 സൈഡ് എയർ ബാഗ് കാര്യങ്ങൾ എല്ലാം വരുന്ന ഡീസൽ വേരിയൻറ്റ്. മൈലേജ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 14-28 മൈലേജും കിട്ടും. 24 വരെ മൈലേജും കിട്ടുന്ന വണ്ടിയില്ല. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഈ വണ്ടി? ഇത് 5 ലക്ഷം രൂപ. 5 ലക്ഷം രുപയ്ക്ക് ഡീസൽ വണ്ടിയില്ല. മാക്സിമം ഫുൾ ഓൺ തന്നെ ചെയ്തൂടെ? ചെയ്യാൻ പറ്റും. അതൊരു ടാറ്റ ഇൻഡിക വിസ്റ്റ കോട്ര ജെറ്റ്. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2014. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? ഇത് 1,40 1,40 ചെയ്യാൻ പറ്റും.
അതൊരു ഐറ്റൺ ആണ്. ഇത് ഏതായിരുന്നു മോഡൽ കാര്യം? 2011 പുതിയ പേപ്പറിൽ നമുക്ക് 1.25 രൂപ കൊടുക്കും. 1.25 രൂപയ്ക്ക് പുതിയ പേപ്പറിൽ എടുത്ത് കൊടുക്കും. പേപ്പറിൽ ചെയ്യാൻ പറ്റില്ല. അടുത്ത് വീണ്ടും ഒരു കിട്ടുന്ന ഇയോൺ ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യം? 2015-16 രജിസ്ട്രേഷൻ വണ്ടി. ഇത് 1.80 ചോദിക്കണേ നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. 1.80 ഏകദേശം ഒരു 4,000-5,000 രൂപ ഒരു മാസം EMI ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഉണ്ടാവും അല്ലേ? അടുത്തത് ലാൻസർ. എങ്ങനെയായിരുന്നു മോഡൽ കാര്യം? 2004 വണ്ടിയാണ്. 2004 വണ്ടി. 29 വരെ പേപ്പർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ആയിട്ടുള്ളത്. എത്ര പേ ചെയ്യാൻ പറ്റും? ഇത് 1,35,000 രൂപ കൊടുക്കാം. 1.35 ഡീസൽ ലാൻസർ കേട്ടോ. അടുത്ത് വീണ്ടും നമുക്കൊരു ഓൾട്ടോ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2006 മോഡലുണ്ട്. 6 വേണം. പേപ്പർ കാര്യങ്ങളൊക്കെ പേപ്പർ കാര്യം അടുത്ത ഈ കൊല്ലം ലാസ്റ്റ് വരെ ഉണ്ട്. പേപ്പർ ഈ കൊല്ലം ലാസ്റ്റ് വരെ ഉണ്ട്. നമുക്ക് 75 രൂപ കൊടുക്കും. 75 രൂപയ്ക്ക് നമുക്ക് ബെസ്റ്റ് പ്രൈസിന് ഒരു ഓൾട്ടോ അല്ലേ? ഇനി ഒരു ഓൾട്ടോ 800 ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2013 വണ്ടിയാണ്. 2013 വണ്ടി. എത്ര പേ ചെയ്യാം? നമുക്ക് 1.70 കൊടുക്കാം. 1.70 നമുക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം ലോണും ചെയ്യാം. അടുത്തൊരു ന്യൂ ജനറേഷൻ. ഇത് 2020 ചെറിയൊരു വർക്ക് എടുത്ത വണ്ടിയാണ്. നമുക്ക് ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ ചെയ്യാൻ പറ്റില്ല. എത്ര പേ ചെയ്യാൻ പറ്റും? നമുക്ക് 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം ഫുൾ ലോൺ. ഫുൾ ലോൺ. അടുത്തൊരു റെഡിഗോ ആണ്. ഡാറ്റ്സന്റെ മോഡൽ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ചെറിയ ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് നോക്കുന്നത് 2018 മോഡൽ ഫുൾ ലോൺ ചെയ്യാൻ പറ്റുന്ന ഓട്ടോമാറ്റിക് ചെറിയ വണ്ടിയാണ്. എത്ര പേ ചെയ്യാം? ഇത് 2.60 ചോദിക്കുന്നത് ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. അതൊരു ഡിസയർ അല്ലേ? ഡിസയർ 2010 മോഡൽ പുതിയ പേപ്പർ എടുത്തുണ്ട്. 10-11 രജിസ്റ്ററിലെ വണ്ടിയാണ്. ഡീസൽ. എത്ര പേ ചെയ്യാം? പേപ്പർ കാര്യങ്ങൾ നമ്മൾ ഒരു 1.95 കൊടുക്കാം. 1.95 നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത അമേസിന്റെ ഫസ്റ്റ് ജനറേഷൻ ആണ്. ഡീസൽ ഡീസൽ ഏകദേശം ഒരു 24 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. എത്ര പേ ചെയ്യാൻ പറ്റും? നമുക്ക് 2,80,000 കൊടുക്കാം. 2.80 ചെയ്യാൻ പറ്റില്ല. അടുത്ത് സ്കോഡ റാപ്പിഡ്. എങ്ങനെയായിരുന്നു മോഡൽ? 2012-13 രജിസ്റ്ററിലെ വണ്ടിയാണ്. ഇത് 1,80,000 1.80 കൊടുക്കുക. ഡീസൽ വണ്ടി. അടുത്ത് നമ്മൾ ഹോണ്ട ജാസ് ആണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2018 മോഡൽ. 2018 ഡീസലാണ് വണ്ടി. വണ്ടി. ഏകദേശം 24 വരെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഡെയിലി യൂസിന് പറ്റുന്ന വണ്ടിയില്ല. എത്ര പേ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ലാസ്റ്റ് 4.5 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ ഫൈനൽ റേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തൊരു വാഗ്നർ ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യം? 2009 പുതിയ പേപ്പർ 5 കൊല്ലം പേപ്പർ എടുത്ത വണ്ടിയാണ്. ഇത് നമുക്ക് 95 രൂപ കൊടുക്കാം. 95 രൂപ ചെയ്യാൻ പറ്റില്ല. വീണ്ടും നമുക്കൊരു ഡാറ്റ്സന്റെ റെഡിഗോ തന്നെയാണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2016 മോഡലാണ്. ഇത് ഫുൾ ലോണിൽ 1.40 നമുക്ക് ഫുൾ ലോൺ 1.40 ഫുൾ ലോൺ ചെയ്യാൻ പറ്റൂല. അടുത്തൊരു വീണ്ടും ഒരു സ്കോഡ ഫാബിയ 2008 മോഡൽ വണ്ടി കേട്ടോ. 2008 മോഡൽ വണ്ടി. ഡീസൽ വണ്ടിയാണ്. 2028 പേപ്പറിലെ വണ്ടി 1.10 കൊടുക്കും. 1.10. വീണ്ടും നമുക്കൊരു ഓൾട്ടോ ആണ്. ഇത് എങ്ങനെയായിരുന്നു? ഇത് 2007 മോഡൽ വണ്ടിയാണ്. ഇത് നമുക്ക് 85 രൂപ കൊടുക്കാം. 85 രൂപ കൊടുക്കാൻ പറ്റും. അടുത്ത് വീണ്ടും നമുക്കൊരു ഇന്നോവ വരുന്നുണ്ട്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2006 മോഡൽ വണ്ടി. 2006 മോഡൽ. പേപ്പറൊക്കെ ഫിറ്റ് അല്ലേ? എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് 2.70 കൊടുക്കാം. 2.70 ഇന്നോവ കേട്ടോ. വെറും 2,70,000. അടുത്ത് വീണ്ടും ഒരു സ്വിഫ്റ്റ് തന്നെയാണ് വരുന്നത്. മാനുവലാണ്. ഏതായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഡീസലാണ് വണ്ടി. ഡീസൽ. സോ നമുക്ക് 24 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഡെയിലി യൂസിന് ഒരു വാഹനം നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഫുൾ ലോൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫുൾ ലോൺ 5.25 രൂപയ്ക്ക് നമുക്ക് ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. അടുത്തൊരു 7 സീറ്ററാണ്. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. നമുക്ക് TUV 300 അല്ലേ? എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് 2017 മോഡൽ വണ്ടിയാണ്. ഇത് 7 സീറ്റിൽ 4,75,000 കൊടുക്കാം. 4.75. 7 സീറ്റർ ആണ്. ഒരു 15-16 മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഒരു ബെസ്റ്റ് പ്രൈസിന് അല്ലേ? ബഡാദോസ്താണ്. എങ്ങനെയായിരുന്നു നമ്മളെ മോഡൽ കാര്യങ്ങളൊക്കെ? 2021 മോഡൽ. 5.60 കൊടുക്കാം. 5.60 നമുക്ക് ചെയ്യാം. ഫുൾ പേപ്പർ ഫിറ്റ് ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും. അത് നമുക്ക് വീണ്ടും ഒരു എത്തിയോസ് തന്നെയാണ്. പ്ലാറ്റിനം ടൈപ്പ് ആണ് വരുന്നത്. നിലവിൽ KL 65 തിരുവരങ്ങാട് രജിസ്ട്രേഷൻ ഒക്കെയാണ് വരുന്നത്. അതിനൊന്നും ഡീറ്റെയിൽസ്? 2018 റീ വണ്ടിയാണ്. 2018 റീ. നിലവിൽ തിരുവരങ്ങാട് രജിസ്ട്രേഷനിൽ എടുക്കുന്ന വണ്ടിയാണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളും നല്ലൊരു ഫാമിലിക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. GD ആണ് ഓപ്ഷൻ വരുന്നത്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് കിലോമീറ്റർ 1 ചില്ലാൻ ഓടിയിട്ടുണ്ട്. റീ വണ്ടി ആയതുകൊണ്ട് കറക്റ്റ് എഞ്ചിന് മെക്കാനിക്കൽ ഗ്യാരണ്ടി പറയാം. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 4,80,000 4.80. ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു 30 രൂപ വണ്ടി ഇറക്കാം. 4 രൂപ ലോൺ വണ്ടി ഇറങ്ങുന്നുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ റേഡോങ്കാസ് തന്നെയായിരുന്നു. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കാക്കഞ്ചേരിയാണ്. അപ്പോൾ കൂടുതൽ എൻക്വയറീസ് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ട് മാക്സിമം ഷെയർ ചെയ്യാം. ഇതൊരു വീഡിയോ വീണ്ടും കാണാം. റിയാസ് ആൻഡ് സർക്കസ്.